ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മനുവിൻ്റെ വീടാണ്. ജ്യോതി ചായയും കൊണ്ടുവരുമ്പോൾ ദമയന്തി പറയുകയാണ്, ചായ തണുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ പറയുന്നതൊക്കെ നീ മറഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നല്ലേ. അതാകും ചായ തണുത്തിരിക്കുന്നത്. അമ്മേ, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ജ്യോതി ചോദിക്കുമ്പോൾ മനുവിൻ്റെ അച്ഛൻ പറയുകയാണ്, മോൾ അതൊന്നും കണക്കാക്കണ്ട. ചിലരുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. അതുകൊണ്ടല്ലേ അവരുടെ വായിൽ നിന്നും അങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടെ ദമയന്തി അകത്തേക്ക് പോകും. ജഗന്നാഥൻ ജ്യോതിയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വായനശാലയിൽ നടക്കുന്ന ചടങ്ങാണ്. തനിക്ക് തൻ്റെ നാട്ടിൽ നിന്നും കിട്ടിയ അവാർഡിന്റെ സന്തോഷം വാക്കുകളിലൂടെ എല്ലാവരിലും എത്തിക്കുകയാണ് ഹരി. ഞാൻ ഇനി എപ്പോഴും നാട്ടിൽ വരുമെന്നും വരുമ്പോൾ എൻ്റെ പെണ്ണായിട്ട് നിത്യയും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നും ഹരി പറഞ്ഞുകൊണ്ട് തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതേസമയം വിപിൻ അങ്ങോട്ടേക്ക് എത്തുന്നു. വിപിനെ കണ്ടുകൊണ്ട് നിത്യയോട് പറഞ്ഞതിന് ശേഷം ഹരി വിപിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവാർഡ് ദാന ചടങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ വൈകിയായിരുന്നു അറിഞ്ഞിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഹരിയെ അറിയിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാനായിട്ട് തന്നെ തിരുത്താൻ പോവുകയാണ്. ഞാൻ വീണയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ പോകുന്നു. അതിന് ഹരിയുടെ സമ്മതമൊന്നും വേണ്ട. പക്ഷേ ഹരിയെ ഞാൻ അറിയിച്ചെന്ന് മാത്രം. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, കല്യാണി, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ തിരിച്ചു വേണം. ഹരി ഞങ്ങൾക്ക് കുഞ്ഞിനെ വിട്ടുതരണം എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾ ഒന്നിക്കുമ്പോൾ ഞങ്ങളുടെ മോളും ഞങ്ങളുടെ ഒപ്പം തന്നെ വേണ്ടേ? ദേ വിപിൻ, മോളെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ മറുപടി ഞാനും അമ്മാവനും കൂടി നിനക്കും വീണയ്ക്കുമൊക്കെ തന്നിട്ടുള്ളതാണ്. കല്യാണിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും കല്യാണിയുടെ അച്ഛനും അമ്മയുമല്ല. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നിങ്ങൾ രണ്ടാളും ഒരിക്കലും കല്യാണിക്ക് കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടാളും അവകാശവാദവും പറഞ്ഞുകൊണ്ട് വരണ്ടെന്നും ദേഷ്യത്തോടെ പറയുകയാണ് ഹരി. നിനക്ക് കാര്യം മനസ്സിലായെങ്കിൽ നിനക്ക് പോകാമെന്ന് ഹരി പറയുമ്പോൾ വിപിൻ പറയുകയാണ്, ഹരിയുടെ മുന്നോട്ടുള്ള പോക്ക് ഇങ്ങനെയാണെങ്കിൽ കുറെ ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ. വീണയുമായിട്ടുള്ള ബന്ധം എൻ്റെ കുടുംബം അംഗീകരിച്ചത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിലും എൻ്റെ കുടുംബം മുഴുവൻ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും. തിരിച്ചടിക്കാനുള്ള എൻ്റെ കഴിവ് ഇതുവരെ ഹരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകില്ല. ഇത് കേൾക്കുന്ന ഹരി പെട്ടെന്ന് തന്നെ വിപിൻ്റെ കോളറിൽ കയറി പിടിക്കുകയാണ്. എൻ്റെ നാടായതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിന്ന് തിരിച്ചടിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. കൂടാതെ ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് വിപിനെ തള്ളിയിടുന്ന ഹരിയെയാണ് കാണിക്കുന്നത്. തുടർന്ന് വിപിൻ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഹരിയും നിത്യ തിരികെ വീട്ടിലേക്ക് പോകുന്നതാണ്. ദേഷ്യത്തോടെ വണ്ടി ഓടിക്കുന്ന ഹരിയെ കണ്ടുകൊണ്ട് നിത്യ ചോദിക്കുകയാണ്, എന്താ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ അഹങ്കാരം കൂടിയെന്ന് തോന്നുന്നല്ലോ. ഒന്നും മിണ്ടാതെയാണല്ലോ വണ്ടി ഓടിക്കുന്നത്. ഹരി, കാര്യം എന്താണെന്ന് പറ, അല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് നിത്യ പറയുമ്പോ താനൊന്നും മിണ്ടാതിരിക്കാനായി ഞാൻ എന്ത് ചെയ്യണമെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഹരി. കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ വണ്ടി നിർത്തിക്കേ. നിത്യ ദേഷ്യത്തോടെ പറയുമ്പോൾ ഹരി വണ്ടി സൈഡിൽ ഒതുക്കിയതിനു ശേഷം ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് നിത്യ ഹരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ ഹരി, എന്താ ഉണ്ടായത്? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. ഇത് കേൾക്കുന്ന ഹരി വിഷമത്തോടെ നിത്യയെ നോക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.